ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രത്യേക പൊസിഷനിലായിരിക്കും. ഇത് അവരുടെ സ്റ്റൈലിന് വെക്കുന്നതാണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്നാൽ ഇത് സ്റ്റൈലിനൊന്നുമല്ല, ഇതിന് പിന്നെ ഒരു രഹസ്യമുണ്ട്. അതറിഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ചെയ്യും. സോ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒട്ടും സമയം കളയാതെ ലെറ്റ് സ്റ്റാർട്ട്. ഈ രഹസ്യം പണ്ട് കാലങ്ങളിൽ കുറിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനെ മുദ്രകൾ എന്നറിയപ്പെടുന്നു. കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രത്യേകതരം ആംഗ്യപ്രകടനങ്ങളാണ് മുദ്രകൾ എന്ന് വിളിക്കുന്നത്. മനസ്സിന്റെയും ശരീരത്തിന്റെയും എനർജിയെ ശരിയായ സ്ഥലത്ത് ചാനലൈസ് ചെയ്യുന്നു. നമ്മുടെ ബോഡി 5 എലമെന്റ്സ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആയുർവേദം പറയുന്നത്. വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം എന്നിവ കൊണ്ടാണ്. നമ്മുടെ ബോഡി ഹെൽത്ത് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ 5 എലമെന്റ്സും ബാലൻസ്ഡ് ആവേണ്ടത് ആവശ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് കുറയുകയോ കൂടുകയാണെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസ്ഡ് അല്ലാതാവും. മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. നമുക്ക് 5 വിരലുകളുണ്ട്. ഈ 5 വിരലുകളും ഓരോ എലമെന്റിനെയും കാണിക്കുന്നു. തം ഫിംഗർ അഗ്നിയെയും, ഇൻഡെക്സ് ഫിംഗർ വായുവിനെയും, മിഡിൽ ഫിംഗർ ആകാശത്തെയും, റിംഗ് ഫിംഗർ ഭൂമിയെയും, സ്മോൾ ഫിംഗർ ജലത്തെയും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ മുദ്രകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഈ 5 എലമെന്റ്സ് ബാലൻസ്ഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇനി ഏത് മുദ്രകൾ ഉപയോഗിക്കണം എന്നറിയണമെങ്കിൽ പർപ്പസ് അറിഞ്ഞിരിക്കണം. ശരീരത്തിന്റെയും മനസ്സിന്റെയും എനർജി പർപ്പസിന് വേണ്ടി ലോക്ക് ചെയ്യും. എലോൺ മസ്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്തരം ആളുകൾ മുദ്ര ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരം മുദ്രകളെ ഉത്തരബോധി മുദ്രകൾ എന്നറിയപ്പെടുന്നു. 2 കൈകളും ചേർത്ത് വെച്ച് എല്ലാ വിരലുകളും മടക്കുകയാണ്. അതിനുശേഷം 2 വിരലുകളുടെയും ഇൻഡെക്സ് ഫിംഗർ പുറത്തെടുക്കണം. ശേഷം 2 യോജിപ്പിച്ച് വെക്കണം. പിന്നീട് 2 തമ്പുകളും യോജിപ്പിച്ച് വെക്കുക. ഈ മുദ്രയെ മുദ്ര ഓഫ് ഹയസ്റ്റ് എലമെന്റ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്നാൽ നിങ്ങളുടെ ഇന്നർ അവയർനെസിനെയും ഔട്ടർ അവയർനെസിനെയും വർദ്ധിപ്പിക്കുകയും ഫോക്കസ് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ബുദ്ധി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ഇനി നിങ്ങൾ സെൽഫ് കോൺഫിഡന്റ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മുദ്രകൾ പിന്തുടരുക. ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ് തുടങ്ങിയ എബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രശസ്തരായവർ ഇന്റർവ്യൂ സമയത്ത് ഈ മുദ്രകൾ ഉപയോഗിക്കുന്നത് കാണാം. അവരുടെ സംസാരം വളരെ കോൺഫിഡന്റോടുകൂടെ ആയിരിക്കും. സിമ്പിൾ ഓഫ് ട്രൂത്ത് എന്നാണ് ഈ മുദ്രയെ അറിയപ്പെടുന്നത്. ഈ മുദ്ര കാണിച്ച് സംസാരിക്കുന്നുവെങ്കിൽ കോൺഫിഡൻസ് ലെവൽ നോക്കിയാൽ സത്യമാണെന്ന് ഇത് കാണുന്നവർക്ക് തോന്നും. ഇനി നമുക്ക് സക്സസ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു മുദ്രയാണ് ഹാക്കിനി മുദ്ര. ഇത് ചെയ്യാൻ വേണ്ടി കൈകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് 2 കൈകളിലെയും വിരലുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ ബഹുമാനത്തോടെ നമസ്കാരം എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് പോലെ വെക്കുക. ഇതിനുശേഷം 3 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക. തുടർന്ന് കൈകൾ ആദ്യം പറഞ്ഞതുപോലെ വെക്കുക. ഇതിൽ 2 കൈകളും അറ്റങ്ങളാണ് കൂട്ടിമുട്ടേണ്ടത്. ഈ മുദ്ര ആരെങ്കിലും ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് തന്റെ മനസ്സിന് സന്തോഷം നൽകാൻ സാധിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന മുദ്ര നിങ്ങളുടെ ഫോക്കസ് ലെവലിൽ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനെ ധ്യാന മുദ്ര എന്നറിയപ്പെടുന്നു. സന്യാസിമാർ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ധ്യാനം ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചാൽ ഇങ്ങനെ കൈവെക്കാൻ ആവശ്യപ്പെടുന്നത് കാണാം. ഇതാണ് ധ്യാനമുദ്ര. ആദ്യം പ്രോപ്പറായി ഇരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ താഴെ വെക്കുക. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിന് മുകളിലായിരിക്കാൻ ശ്രദ്ധിക്കണം. തള്ളവിരലുകൾ പരസ്പരം കൂട്ടിമുട്ടുകയും വേണം. ഈ തള്ളവിരൽ അഗ്നിയെ സൂചിപ്പിക്കുന്നു. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ 2 തള്ളവിരൽ കണ്ടുമുട്ടുമ്പോൾ മറ്റെല്ലാ ഘടകങ്ങളും കൈത്തണ്ടയിലാണ്. ഈ പോസിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു, മറ്റു ചിന്തകളെ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കുബേര മുദ്രയെ പരിചയപ്പെടാം. ഇത് ചെയ്യുന്നത് നിങ്ങളുടെ തള്ളവിരലിന്റെയും അഗ്രഭാഗം ചൂണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും അഗ്രത്തിന് നേരെ അമർത്തി പിടിക്കുക. ഇത് 10 മുതൽ 15 മിനിറ്റ് വരെ എല്ലാ ദിവസവും പരിശീലിപ്പിച്ചാൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇത് ബ്ലഡ് സർക്കുലേഷന്റെ ലെവൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഹൃദയത്തിലേക്ക് കൂടുതൽ രക്തം ചെല്ലുന്നതിലൂടെ അത് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. സോ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.